ഏവർക്കും ലവ് ഓൺ പ്ലേറ്റിൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ദീപാവലി ആയിട്ട് ഇന്ന് നമ്മൾ അരി കൊണ്ട് ഒരു പേടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്യൊക്കെ കുറച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നോർമൽ പേടയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേടയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ല നേർത്ത അരിപ്പൊടിയാണ്. നിങ്ങളുടെ വീട്ടിൽ പുട്ടുപൊടിയാണെങ്കിൽ അത് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ നന്നാവും. എന്നിട്ട് നമുക്ക് ഒരു 7 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം. നമ്മൾ അളവെടുക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് ഗ്ലാസ് ആണോ ഉള്ളത് ആ അളവിൽ എല്ലാ മെഷർമെൻറ്റും നിങ്ങൾ എടുത്താൽ മതിയാവും. ഇനി നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അരി വറുത്തത്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു പാൻ എടുത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് പാലൊഴിക്കണം. 1.25 ഗ്ലാസ് പാലും അതുപോലെ തന്നെ 1 ഗ്ലാസ് പഞ്ചസാരയുമാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ നമുക്കിതിൽ തേങ്ങാപ്പൊടി ചേർക്കണം. തേങ്ങാപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ ഒന്ന് ചിരവിയിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞ് അതിൻ്റെ കളർ മാറാതെ എടുത്തതാണ്. എന്നിട്ട് മിക്സിയിലൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പൊടി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങയും ചേർക്കാം, പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഇതാണ്. അപ്പോൾ തേങ്ങാപ്പൊടി നന്നായിട്ട് നമ്മൾ അതിലോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏകദേശം നമുക്ക് പാല് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് പേടയ്ക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ യെല്ലോ കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ നിങ്ങൾക്ക് ചേർത്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കളറിൻ്റെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഒഴിവാക്കി കളയാം. കളർ കൂടി ചേർത്തിട്ട് നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി നമുക്കതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 ഏലക്ക പഞ്ചസാരയിൽ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് അല്പാൽപമായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടിത് കട്ട കെട്ടാതെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർക്കുന്നതിനേക്കാളും നല്ലത് അല്പാൽപമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒരു ഹലുവേൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് നന്നായിട്ട് നമുക്കിത് ഈ ഒരു ബാറ്റർ നന്നായിട്ട് തിക്കായിട്ട് വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. 5 മുതൽ 6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിന് കറക്റ്റ് പാകം അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂണിൽ അല്പം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ബോൾസ് ആക്കാൻ പറ്റണം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കരുത്, നന്നായിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റണം. അപ്പോൾ അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലുള്ള തീ നമുക്ക് ഓഫാക്കാം. എന്നിട്ട് ചൂട് അല്പം മാറിയിട്ട് നമുക്ക് പേടയുടെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് വേണം നമ്മൾ ഇത് ഉരുട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂട് അധികം നമ്മൾ കുറഞ്ഞു പോകരുത്. ഒരു ഇളം ചൂട് തന്നെ നമുക്കിത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഉരുട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എല്ലാ പേടകളും അങ്ങനെ തന്നെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പൊടി ഉണ്ടായിരുന്നല്ലോ, തേങ്ങാപ്പൊടി നിങ്ങൾ ഒരു തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ നന്നായിട്ട് ചിരവിയിട്ട് അതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറണം. അതിൻ്റെ കളർ മാറാൻ പാടില്ല. നല്ല വെള്ള തേങ്ങ തന്നെ ആണ്. എന്നിട്ട് അത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തേങ്ങാപ്പൊടി കിട്ടും. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ പേട ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടേസ്റ്റും കൂടും. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ബദാം ഒന്ന് അതിന് മുകളിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അലങ്കരിച്ചെടുക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതിയാവും. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി വീട്ടിലെല്ലാവരും ഈ ദീപാവലി ദിവസത്തിൽ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്